ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടോ. എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ അത് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണത്. നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നൊരു വീഡിയോ എടുത്താണ്. പിന്നെ നമ്മളിപ്പോൾ പോണത് കാക്കനാടുക്കാണ്. കാക്കനാട് നമുക്കൊരു ഷോപ്പുണ്ട് അത്താണിയിൽ. ചപ്പാത്തി, പൊറോട്ട, പത്തിരിയുടെയൊക്കെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ മോൻ ജനിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് കേട്ടോ ഈ ബിസിനസ് എന്നുള്ള സംഭവം. ഇതിൽ ഒത്തിരി സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ 3.5 വർഷമായി നമ്മൾ ഈ ഷോപ്പ് കൂടെ തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്, എടയാറ് സ്ഥലമാണ്. ഇത് പക്ക ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. നമുക്ക് ഈ സ്ഥലത്ത് കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറൊക്കെയാണ് അതിൽ കൂടെ പുറത്ത് വരുന്നത്. ഭയങ്കര സ്മെല്ലും ആണ് കേട്ടോ. അതൊരു പാലമാണ്, പക്ഷെ ഭയങ്കര സ്മെല്ലാണ്. വരുന്ന വഴിയിലൊക്കെ ഫുൾ വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര പൊല്യൂട്ടായിട്ടുള്ളൊരു ഏരിയയാണ് ആ ഭാഗം. കുറേ അധികാരികളിലൊക്കെ നമ്മൾ അറിയിച്ചായിരുന്നു, എന്നാലും അത് വേണ്ട നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയായിട്ട് ഒരു ഷോപ്പുണ്ട്. ആദ്യം അതിന് പെനി എന്നായിരുന്നു പേര്. അത് പെനി അവർക്ക് കുറേ ഭാഗത്തൊക്കെ അതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി സ്കാൻഡി എന്നാക്കി. നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിൽ പോകുന്ന ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ കയറാറുണ്ട്. നല്ല റേറ്റ്, അത്ര റേറ്റൊന്നും ഇല്ലാത്ത ചെറിയ റേറ്റ് മുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. 5 രൂപ മുതൽ 30-35 രൂപ വരെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ റേറ്റ് ഉള്ളത്. ഇവിടെ ഇവർ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല ആഡ് ചെയ്യുന്നത്, റിയൽ ഫ്രൂട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇതിൽ സ്ട്രോബെറിയുടെ മാത്രമാണ് അവിടെ, ബാക്കിയുള്ളതെല്ലാം ഒരു റിയൽ ഫ്രൂട്ട് വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പെനി ആയിരുന്ന സമയത്ത് നമ്മളിവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ അധികം പോകാണ്ടായി. പിന്നെ ഞങ്ങളവിടെ ചോദിച്ചു എന്താ പെനി മാറ്റിയെന്ന് വെച്ചപ്പോൾ അത് 2 പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ സെപ്പറേറ്റ് ആയത് കാരണം അതിൻ്റെ പേര് പെനി മാറ്റിയിട്ട് സ്കാൻഡി ആക്കി എന്ന് പറഞ്ഞതാണ്. പെനിക്ക് പാലക്കാട് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാട്ടോ. നല്ല അധികം ക്രൗഡഡൊന്നും അല്ലാത്തൊരു ഏരിയയുമായിരുന്നു. പിന്നെ നമ്മൾ അവരോട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നിന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല പയ്യന്മാരാണ് കേട്ടോ. അവർ നമുക്ക് നിന്നൊക്കെ തന്ന് ഭയങ്കര ഷൈ ആയിരുന്നു അവർ. 2-3 വട്ടം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ റെഡി ആയുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയത് ബട്ടർ സ്കോച്ചും ഇക്കാക്ക വാങ്ങിയത് ഡിലൈറ്റും ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ സംഭവം. റിയൽ ഫ്രൂട്ടൊക്കെ ആണെന്നാണ് ഇവർ പറയണത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ കാർട്ടൂൺസൊക്കെ. ആംബിയൻസൊക്കെ അടിപൊളിയാണ്. നമുക്ക് അവിടെ ഇരുന്നാൽ തന്നെ പല പല ഓർമ്മകളൊക്കെ വരുമായിരുന്നു. അങ്ങനത്തെ അടിപൊളി കാർട്ടൂൺസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യാനാണ്, നിങ്ങളൊന്ന് നിന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിനെന്താ ഓക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ചിരി വന്നിട്ട് അവർ പറഞ്ഞ് ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുക്കുമെന്ന് പറഞ്ഞിട്ട് പലവട്ടം കട്ട് ചെയ്തൊക്കെയാണ് എടുത്തത്. അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണ്ടായിരുന്നു. നമ്മുടെ ചാനലൊക്കെ അവർക്ക് പറഞ്ഞൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഐസൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. ഷോപ്പിലേക്ക് പോണ വഴിയിൽ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ കയറാറുണ്ട്. മോൾക്ക് ഞാൻ പൊതുവെ ഐസൊന്നും കൊടുക്കാറില്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കണത് കാരണം ഫോണൊന്ന് പിടിച്ചത് കൊണ്ട് അവൾക്ക് പിടിക്കാൻ വേണ്ടി കൊടുത്തത്. ആ ഗ്യാപ്പുകൾ നന്നായിട്ട് മുതലാക്കി. നമ്മളിപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കാക്കനാട് അത്താണിയിലാണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് ചപ്പാത്തി, പത്തിരി, പൊറോട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ഹോൾസെയിലായിട്ട് നമ്മൾ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് 4-5 സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുനിന്ന് റീറ്റെയിൽ ഷോപ്പുകാരൊക്കെയാണ് നമ്മുടെ അടുത്തുനിന്ന് കൂടുതൽ എടുക്കാറ്. ഹോസ്റ്റൽ, പിന്നെ അതുപോലെ റീറ്റെയിൽ ഷോപ്പ് അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട് 3.5 വർഷമായി. എങ്കിലും തൊട്ടടുത്ത ബേക്കറി നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഈ ചപ്പാത്തിയുടെ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 1.5 വർഷത്തോളം നമുക്ക് നല്ല സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും നമുക്ക് ലാഭം കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കതിൽ നിന്ന് അൽഹംദുലില്ലാ ലാഭം കിട്ടി തുടങ്ങിയുള്ളൂ. ഇത് നമ്മൾ ഈ ബേക്കറി ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ഇതാണ് നമ്മളുടെ ബേക്കറി. ഞാൻ ഷോപ്പിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ പോകാറുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇരിക്കണത് ഞാൻ ഈ ബേക്കറിയിലാണ്. എൻ്റെ സ്പേസ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് ഞാൻ ഇരിക്കാറ്. അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ പോകാറില്ല.
ഇവിടെയാണ് കേട്ടോ ഞാനിരിക്കുന്നത്. എൻ്റെ സ്ഥലത്തിരുന്നിട്ടാണ് അവൾ ആ ഡാൻസൊക്കെ കളിക്കുന്നത്. നമുക്ക് പകലൊക്കെ നമുക്ക് അവിടെ മാനേജറുണ്ട്. പകലപ്പം അയക്കാൻ നിന്നോളും. അതിനുശേഷം വൈകിട്ടാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് പാർട്ട്ണറുണ്ട്. അപ്പോൾ മാറി മാറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ നിൽക്കും. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ പോകുള്ളൂ. വൈകിട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാനും പോകാറുണ്ട്. ഇത് നമ്മുടെ പൊറോട്ട ചെയ്യുന്ന സ്റ്റാഫാണ്, പൊറോട്ട മാസ്റ്ററാണ്. ഇയാളുടെ പൊറോട്ടയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പൊറോട്ട ചെയ്യുന്ന ആൾ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളപ്പോൾ രാത്രി ഷോപ്പൊക്കെ അടച്ചു. 9:45 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഷോപ്പൊക്കെ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ ആ ടൈമിലാട്ടോ പോകുന്നത്. ഒരു 10 മണി ഒക്കെ ആകുമ്പോഴാണ് ഷോപ്പ് അടച്ചിട്ട് നമ്മൾ പോരുക. അപ്പോൾ നമ്മുടെ മോൻ കടയിലേക്ക് പൊതുവെ വരാറില്ല കേട്ടോ. അവർ വലിയ താല്പര്യമില്ല കടയിൽ വന്നത്. അവിടെ കളിക്കാനൊന്നും അങ്ങനെ ആരുമില്ലല്ലോ. അത് കാരണം അവൻ വരാറില്ല. പകരം ഞങ്ങൾ പോരണ സമയത്ത് നമ്മളോട് പറയും വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നോട്ടോ എന്ന്. ആദ്യമൊക്കെ അവൻ മിഠായി പറയും. പിന്നെ ഞാൻ മിഠായി എന്തായാലും വാങ്ങൂല, വേറെ എന്തെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ അവൻ ആദ്യം ഫ്രൂട്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി. ഇന്നിപ്പോൾ നമ്മളെ ഏൽപ്പിച്ചേക്കണത് ഓറഞ്ച് വാങ്ങിക്കാനാണ് കേട്ടോ. നമ്മളെങ്ങാനും ഇത് മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പിന്നെ നമ്മളവൾ വീട്ടിലേക്ക് കയറ്റിയില്ല. തിരിച്ചത് രാത്രി 12 മണിയായാലും ശരി അത് വാങ്ങി കൊടുത്തതിന് ശേഷം മാത്രമേ അവൻ വീട്ടിലേക്ക് കയറ്റുള്ളൂ. അത് കാരണം അവൻ എന്ത് പറഞ്ഞാലും മറക്കാണ്ട് അത് മാക്സിമം വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓറഞ്ചാണ് എന്നാവും നമ്മളോട് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഓറഞ്ച് വാങ്ങിക്കാനായിട്ട് അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് കയറിയതാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. എന്നും അപ്ലോഡ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നലെ വിട്ടത്. പിന്നെ നമ്മളപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാത്രി 10 മണിക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാലും 10:30 ഒക്കെ ആകും വീട്ടിലെത്തുമ്പോൾ. പക്ഷെ മോൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളോട് പറഞ്ഞേൽപ്പിച്ച സംഭവം വാങ്ങിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കും. കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അവിടെ യുദ്ധമായിരിക്കും. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞത് ഓറഞ്ച് വാങ്ങിയില്ല, മറന്നു പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ ആ വാശിയൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവന് കൊടുത്ത് അവൻ ഓക്കെ ആയി. അവനത് കഴിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ കിടന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നല്ല നല്ല കണ്ടൻസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു